Hi everyone, this is Rinsi from Groww Malayalam channel. ഇപ്പം എല്ലാ തരത്തിലുള്ള ഓട്ടോമൊബൈൽസ് അല്ലെങ്കിൽ ഇപ്പോൾ വെഹിക്കിൾസിൽ ഇപ്പം കാർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ബൈക്ക് അല്ലെങ്കിൽ ട്രക്ക് സൈക്കിൾ അല്ലെങ്കിൽ ഇപ്പോൾ എയ്റോപ്ലെയിനിൽ വരെ കോമൺ ആയിട്ടുള്ള ഒന്നാണ് ടയർ എന്നുള്ളത്. അപ്പോൾ റബ്ബർ കൊണ്ടാണ് ഈ ടയർ ഉണ്ടാക്കുന്നത്. ബട്ട് ടയറിന് ഒരു സേഫ്റ്റി പർപ്പസിന് വേണ്ടി നമ്മൾ വേറൊരു മെറ്റലും കൂടി നമ്മൾ യൂസ് ചെയ്യും. അതിനാണ് ബീഡ് വയർ എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും എന്താണ് ബീഡ് വയർ എന്നുള്ളത് അല്ലേ. അപ്പോൾ ബീഡ് വയറിനെ റീഎൻഫോഴ്സ്മെൻറ്റ് വയർ എന്നറിയപ്പെടും. ഇത് സ്റ്റീലിൽ നിന്നാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബീഡ് വയറിൻ്റെ പേർപ്പസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുഷ് ചെയ്തിട്ടുണ്ടാകുന്ന പ്രഷറിൽ നിന്ന് റെസിസ്റ്റ് ചെയ്ത് ടയറിനെ റിമ്മിലേക്ക് ഹോൾഡ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വെഹിക്കിൾ ലോഡിനെ റിമ്മിൽ നിന്ന് ടയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ലിങ്കാണ് ബീഡ് വയർ. സോ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴുള്ള വൈബ്രേഷനൊക്കെ പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ബീഡ് വയറിൻ്റെ മാനുഫാക്ചറിംഗിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കമ്പനിയെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. രാജ്രത്തൻ ഗ്ലോബൽ വയർ ലിമിറ്റഡ്. അപ്പോൾ 1989 ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. മിസ്റ്റർ സുനിൽ ചോർഡിയ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫാമിലി മെമ്പേഴ്സ് കൂടിയിട്ടാണ് ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ബീഡ് വയർ മാനുഫാക്ചറിംഗിലെ ലാർജസ്റ്റ് മാനുഫാക്ചേഴ്സിൽ ഒരാളാണ് രാജ്രത്തൻ ഗ്ലോബൽ വയർ ലിമിറ്റഡ് എന്നുള്ളത്. അപ്പോൾ ഇവരൊരു ടയർ ഓക്സിലറി ആണ്. അപ്പോൾ ഇവർ ബീഡ് വയർ അതുപോലെ ഹൈ കാർബൺ സ്റ്റീൽ വയർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും ടയർ പ്രൊഡക്ഷനിലെ മെയിൻ കമ്പോണൻസ് ആണ്. ഇനി നമുക്ക് കമ്പനിയുടെ വർക്കിംഗ്സിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ ലോകത്തെ ലീഡിംഗ് അതുപോലെ ട്രസ്റ്റഡ് ബീഡ് വയർ മാനുഫാക്ചറായ രാജ്രത്തൻ ഗ്ലോബൽ വയർ ലിമിറ്റഡ് എല്ലാ ജോഗ്രഫിയിലുള്ള മാർക്യൂ കസ്റ്റമേഴ്സിന് ബീഡ് വയർ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ 1990 തുടക്കത്തിലാണ് ഇവരുടെ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഇന്ത്യയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 45% മാർക്കറ്റ് ഷെയർ എൻജോയ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ തായ്ലൻഡിൽ 24% മാർക്കറ്റ് ഷെയറും എൻജോയ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലോകത്തിൽ ബാക്കിയുള്ള സ്ഥലത്ത് ഇവരുടെ എക്സ്പോർട്സും വളർത്തുന്നുണ്ട്. ഇനി നമുക്ക് കമ്പനിയുടെ കീ പ്രൊഡക്ട്സ് ആയ ബീഡ് വയറിനെ പറ്റി നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ടയറിൻ്റെ സേഫ്റ്റി, ഡ്യൂറബിലിറ്റി അതുപോലെ തന്നെ സ്ട്രെങ്ത് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓട്ടോമൊബൈൽസ്, എർത്ത് മൂവിംഗ് എക്യുപ്മെൻറ്റ്, എയർക്രാഫ്റ്റ്, സൈക്കിൾ, പാസഞ്ചർ വെഹിക്കിൾ, 2 വീലർ, 3 വീലർ അതുപോലെ ട്രക്ക്, ബസ്, റേഡിയൽസ് ഒക്കെ ബീഡ് വയേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത് കമ്പനി മാനുഫാക്ചർ അതുപോലെ തന്നെ സപ്ലൈയും ചെയ്യുന്നുണ്ട്. ഇനി സെക്കൻഡ് വണ് ഹൈ കാർബൺ സ്റ്റീൽ വയറാണ്. അപ്പോൾ കമ്പനി ഹൈ കാർബൺ സ്റ്റീൽ വയർ ഓഫർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഡ്രോൺ സ്റ്റീൽ വയറാണ്. ഇപ്പോൾ ബ്ലാക്ക് വയർ എന്നും അറിയപ്പെടും. അപ്പോൾ ഹൈ ക്വാളിറ്റിയുള്ള ഹൈ കാർബൺ റോഡ്സ് നിന്നാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ പല ഇൻഡസ്ട്രീസ് ലൈക്ക് ഇപ്പോൾ ഓട്ടോമോട്ടീവ്, കൺസ്ട്രക്ഷൻ, എഞ്ചിനീയറിംഗിലൊക്കെ ഇതൊരു ഇമ്പോർട്ടൻറ്റ് പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ കറൻറ്റ്ലി ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനി 84,749 MT ബീഡ് വയർ അതുപോലെ 6,062 ഹൈ കാർബൺ സ്റ്റീൽ വയർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓവർ ദി ഇയേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ പ്രൊഡക്റ്റിന് ഡിമാൻഡ് കൂടിയേക്കും നമുക്ക് കാണാം. അതുപോലെ 2020 അവരുടെ കപ്പാസിറ്റിയും കൂടിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇപ്പോൾ ചാർട്ടിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം. അപ്പോൾ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ഇൻഡോറിലാണ്. അപ്പോൾ ഇൻഡോറിൻ്റെ അടുത്തുള്ള പിതംപൂർ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ കമ്പനിക്ക് മാനുഫാക്ചറിംഗ് ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെ മധ്യപ്രദേശ്, പിന്നെ തായ്ലൻഡിൽ രജജ്പുരിയിലും. കമ്പനി ചെന്നൈയിൽ ഗ്രീൻഫീൽഡ് കപ്പാസിറ്റി പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ട്. അത് കമ്പനിക്ക് കോമ്പറ്റേറ്റീവ് എഡ്ജ് നൽകുന്നുണ്ട്. ബിക്കോസ് ചെന്നൈ എന്ന് പറയുന്നത് ഓട്ടോമൊബൈൽ സെക്ടറിലുള്ള ലാർജസ്റ്റ് കോൺട്രിബ്യൂട്ടേഴ്സിലെ ഒന്നാണ്. അതുപോലെ തന്നെ ലോകത്തെ ടോപ്പ് 10 ഓട്ടോ ഹബ്സിലും ഒന്നാണ്. അപ്പോൾ ഇവരുടെ തായ്ലൻഡ് പ്ലാന്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന 90% കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ ലെവലിലും കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ലോ കൺവേർഷൻ കോസ്റ്റ് ആണ് ഉള്ളത്. അതുപോലെ തന്നെ അവരുടെ ഫിക്സഡ് കോസ്റ്റിലും പ്രഷർ കുറവാണ്. ഇപ്പോൾ 2022 ഇന്ത്യൻ പ്ലാന്റ് 77% യൂട്ടിലൈസേഷനിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത 2 മുതൽ 3 വർഷത്തിൽ കമ്പനിക്ക് 1,80,000 ഹ്യൂമിലേറ്റീവ് കപ്പാസിറ്റി പ്ലാൻ ആണുള്ളത്. അത് 2022 സാമ്പത്തിക വർഷത്തിൽ 1,12,000 ടൺസ് ആണ്. അപ്പോൾ ഇന്ത്യയിലെ വലിയ ഓയിമുകൾക്കൊക്കെ കമ്പനിയുടെ കസ്റ്റമർ ലിസ്റ്റിലുണ്ട്. അപ്പോൾ കമ്പനിക്ക് ഒരു സ്ട്രോങ് എൻട്രി ബാരിയർ കമ്പനി എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ പ്രൊഡക്റ്റുകൾ അതുപോലെ തന്നെ ഇവരുടെ പ്രോസസ്സൊക്കെ അപ്രൂവ് ചെയ്യുന്ന ഡിസേണിംഗ് ടയർ കമ്പനീസിൽ നിന്നാണ്. സോ അവരുടെ അപ്രൂവലിന് 2 മുതൽ 3 വർഷം എടുക്കും. അപ്പോൾ ചൈനയിലെ റിബേറ്റ് പിൻവലിച്ചതിന് ശേഷം തായ്ലൻഡിലുള്ള ടയർ കമ്പനികളൊക്കെ ഡൊമസ്റ്റിക് സപ്ലൈസ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ തായ്ലൻഡിലെ ഒരേ ഒരു ബീഡ് മാനുഫാക്ചർ കമ്പനിയാണ് രാജ്രത്തൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നല്ല രീതിയിൽ ബെനിഫിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇൻഡസ്ട്രി ഓവർവ്യൂ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ബീഡ് വയേഴ്സ് വെഹിക്കിളിൻ്റെ ലോഡിനെ റിമ്മിൽ നിന്ന് ടയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. സോ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ വൈബ്രേഷൻ ഒക്കെ പ്രിവെൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഫെർദർ ഇവർ ടയറിൻ്റെ ഡ്യൂറബിലിറ്റി, സ്ട്രെങ്ത് അതുപോലെ തന്നെ സേഫ്റ്റി ഒക്കെ കൂട്ടും. അപ്പോൾ ഈ ടയറിൻ്റെ ഡിമാൻഡ് ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി അനുസരിച്ചാണ്. സോ നമുക്കിനി ഇന്ത്യൻ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രീനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഹൈ ഇൻപുട്ട് കോസ്റ്റ് അതുപോലെ തന്നെ സെമി കണ്ടക്ടേഴ്സിൻ്റെ ഷോർട്ടേജ് പിന്നെ സപ്ലൈ ചെയിൻ ഡിസ്റപ്ഷൻ അതുപോലെ റഷ്യ ഉക്രൈൻ കോൺഫ്ലിക്റ്റ് ഒക്കെ കാരണം ഇന്ത്യൻ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയുടെ ഗ്രോത്ത് ഒക്കെ 2022 സാമ്പത്തിക വർഷത്തിൽ വെട്ടിച്ചുരുക്കിയിട്ടുണ്ട്. അപ്പോൾ മൊത്തം വെഹിക്കിൾ റീറ്റെയിൽ സെയിൽസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 6% ഡിക്ലൈൻ ആയിട്ടുണ്ട്. അതായത് 2021 19.6 മില്യൺ നിന്ന് 2022 18.44 മില്യൺ ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഇയർ നമ്മൾ നോക്കുകയാണെങ്കിൽ 2 വീലേഴ്സ് അതുപോലെ ട്രാക്ടേഴ്സിൻ്റെ പ്രൊഡക്ഷൻ ഒന്നും തന്നെ ഓൾമോസ്റ്റ് ഗ്രോത്ത് ഒന്നും തന്നെ ഇല്ല.
ഇനി 2020 ഇന്ത്യയിൽ ഓട്ടോമൊബൈൽ പ്രൊഡക്ഷൻ 26.36 മില്യൺ നിന്ന് 2021 22.65 മില്യൺ ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയുടെ ഔട്ട്ലുക്ക് നമുക്ക് നോക്കാം. ഇപ്പോഴത്തെ ലേബർ ഷോർട്ടേജ്, പിന്നെ റോ മെറ്റീരിയൽ ഉള്ള ഷോർട്ടേജ്, അതുപോലെ തന്നെ പ്രൈസ് എല്ലാം കൂടുന്നത്, പിന്നെ സപ്ലൈ ചെയിൻ ഡിസ്റപ്ഷൻ, ലോക്ക്ഡൌണിന്റെ ലിമിറ്റേഷൻസ്, അതുപോലെ തന്നെ അൺപ്രഡിക്റ്റബിൾ ഡിമാൻഡ് ഒക്കെ കാരണം ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി, അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ ബാക്കിയുള്ള മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ഒക്കെ ഇൻസ്റ്റേബിൾ ആണ് ഇപ്പം. അപ്പോൾ ഷോർട്ട് ടേം ഔട്ട്ലുക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ മോശമാണ്. അപ്പോൾ മെയിൻ ഡിമാൻഡ് സെക്ടറിലൊക്കെ OEMകൾ ലോഞ്ചുകൾ, അതുപോലെ തന്നെ പേഴ്സണൽ മൊബിലിറ്റിയിലുള്ള തുടർച്ചയായ ഡിസയർ, ഇതൊക്കെ ഇൻഡസ്ട്രിക്ക് നല്ലതാണ്. അപ്പോൾ അഡ്വാൻസ്ഡ് ഓട്ടോമോട്ടീവ് ടെക്നോളജിയിൽ ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് ബൂസ്റ്റ് ചെയ്യാൻ ഇന്ത്യയുടെ PLI സ്കീമിന് സാധിക്കും. അപ്പോൾ ഓട്ടോമോട്ടീവ് അതുപോലെ തന്നെ ഓട്ടോമോട്ടീവ് വാല്യൂ ചെയിനിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും സാധിക്കും. അപ്പോൾ തുടർച്ചയായിട്ട് 3 വർഷം ഡിക്ലൈൻ ആയതിനു ശേഷം 2023 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യൻ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി ഒരു 5 to 9% ഇയർ ഓൺ ഇയർ ബേസിൽ വളരുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി ഇന്ത്യൻ ടയർ ഇൻഡസ്ട്രി നമുക്ക് നോക്കാം. അപ്പോൾ COVID-19 ഇമ്പാക്റ്റ്, പിന്നെ സപ്ലൈ ചെയിൻ ഡിസ്റപ്ഷൻ, അതുപോലെ ജിയോ പൊളിറ്റിക്കൽ കോൺഫ്ലിക്ട്സ് ഒക്കെ 2022 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യൻ ടയർ ഇൻഡസ്ട്രിയിൽ എവിഡൻ്റ് ആണ്. അപ്പോൾ 2022 സാമ്പത്തിക വർഷത്തിന് ആദ്യത്തെ 3 ക്വാർട്ടറിൽ പാസഞ്ചർ കാർ ടയർ എക്സ്പോർട്ട് 200% കൂടിയിട്ടുണ്ട്. അതുപോലെ ട്രക്ക് ആൻഡ് ബസ് റേഡിയൽ ടയർ എക്സ്പോർട്ട് 91% വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ പാസഞ്ചർ കാർ ടയറിൻ്റെ 3 ലാർജസ്റ്റ് ഇമ്പോർട്ടിംഗ് കൺട്രീസ് ആണ് നെതർലാൻഡ്സ്, ബ്രസീൽ, അതുപോലെ തന്നെ US. അപ്പോൾ 2021-22 സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ ഇന്ത്യയിലെ ടയർ പ്രൊഡക്ഷൻ 51% കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കാണിക്കുന്നത് പ്രൊഡക്ഷൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള റിക്കവറി തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 5 വർഷം ഡിക്ലൈൻ ആയതിനു ശേഷം 2021-22 സാമ്പത്തിക വർഷത്തിൽ ടയർ എക്സ്പോർട്ട് കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പാസഞ്ചർ കാർ ടയറിൻ്റെ ഇമ്പോർട്ട് 74% കൂടിയിട്ടുണ്ട്. ഇനി ഇന്ത്യൻ ടയർ കമ്പനികളുടെ കപ്പാസിറ്റി ബിൽഡിംഗ് നമുക്ക് നോക്കാം. അപ്പം വരും വർഷങ്ങളിൽ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഡിമാൻഡ് കാറ്റർ ചെയ്യാൻ വേണ്ടി ഇന്ത്യൻ ടയർ മാനുഫാക്ചേഴ്സ് കപ്പാസിറ്റി ബിൽഡ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പം ടയറിൻ്റെ ഡിമാൻഡ് കൂടുന്ന ടയർ പ്രൊഡ്യൂസേഴ്സിന് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് കാരണമാകുന്നുണ്ട്. ഇനി നമുക്ക് കമ്പനിയുടെ ഫിനാൻഷ്യൽസ് നമുക്ക് നോക്കാം. ഇപ്പോൾ 2018 മുതൽ 2022 വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ റവന്യൂ 26.5% CAGR വളർന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യക്ക് 60% ഷെയർ ഉണ്ട് റവന്യൂവിൽ, അതുപോലെ തന്നെ തായ്ലൻഡ് 40% ഷെയർ ഉണ്ട് റവന്യൂവിൽ. ഇനി ഓവർ ദി ഇയേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ മാർജിൻ അതുപോലെ ROC ഒക്കെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അപ്പോൾ 10 വർഷത്തെ കമ്പനിയുടെ റവന്യൂ ഗ്രോത്ത് CAGR വരുന്നത് 14%, അതുപോലെ തന്നെ പ്രോഫിറ്റ് ഗ്രോത്ത് CAGR വരുന്നത് 44%. ഇനി നമുക്ക് കമ്പനിയുടെ ഫിനാൻഷ്യൽസ് അതുപോലെ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് നോക്കാം. അപ്പോൾ കമ്പനിയുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് വരുന്നത് 920 rupees ആണ്, P വരുന്നത് 36.6 ആണ്, ഡെറ്റ് ടു ഇക്വിറ്റി വരുന്നത് 0.52 ആണ്, ഫയർ സെയിൽ CAGR വരുന്നത് 25.8 ആണ്, ROE റിട്ടേൺ ഇക്വിറ്റി വരുന്നത് 43.8 ആണ്, 1 year റിട്ടേൺസ് വരുന്നത് 80% ആണ്, 5 year റിട്ടേൺസ് വരുന്നത് 2256% ആണ്. ഇനി 200 day ദാറ്റ് ഈസ് 200 day മൂവിംഗ് ആവറേജ് വരുന്നത് 766.4 ആണ്, RSI 40 വരുന്നത് 28.3 ആണ്. ഇനി നമുക്ക് കമ്പനിയുടെ സ്ട്രെങ്ത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ത്യ അതുപോലെ തന്നെ ഏഷ്യയിൽ ചൈന ഒഴിച്ച് ബാക്കി എല്ലായിടത്തും നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ലീഡിംഗ് ടയർ ബീഡ് വയർ മാനുഫാക്ചറാണ് രാജ്രത്തൻ ഗ്ലോബൽ ലിമിറ്റഡ് എന്നുള്ളത്. അതുപോലെ തന്നെ തായ്ലൻഡിലെ ഒരേ ഒരു ബീഡ് വയർ മാനുഫാക്ചറും ആണ്. അപ്പോൾ ടോട്ടൽ ഇൻസ്റ്റാൾഡ് മാനുഫാക്ചറിങ് കപ്പാസിറ്റി വരുന്നത് 1,12,000 MTPA ബീഡ് വയർ, അതുപോലെ ബ്ലാക്ക് വയറാണ്. അപ്പോൾ ഇതിലൂടെ ലോകത്തിലെ ലീഡിംഗ് ബീഡ് വയർ മാനുഫാക്ചർ കമ്പനികളിൽ ഒരാളാണ്. അപ്പോൾ ടയറിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് കമ്പോണൻ്റ് ആണ് ടയർ ബീഡ് വയർ എന്നുള്ളത്. അതുപോലെ തന്നെ ഇവരുടെ ക്വാളിറ്റിയിലും സ്ട്രിക്റ്റ് റൂൾസ് ആണ് ഉള്ളത്. അപ്പോൾ എല്ലാ ടയർ മാനുഫാക്ചേഴ്സിനും അവരുടേതായ ഒരു പ്രോസസ്സ് ഉണ്ട്. അത് അപ്രൂവ് ചെയ്തിട്ടാണ് അവർ ഓരോ പെർട്ടിക്കുലർ മാനുഫാക്ചറിൻ്റെ ടയർ ബീഡ് വയർ അപ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സബ് ഇൻഡസ്ട്രിയുടെ എൻട്രി ബാരിയർ വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ടയർ ബീഡ് വയർ ഇൻഡസ്ട്രിയിൽ മേജർ പ്ലേയേഴ്സിൻ്റെ നമ്പർ റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കമ്പനിക്ക് ഇന്ത്യയിൽ ടയർ ബീഡ് വയേഴ്സിൽ 42% മാർക്കറ്റ് ഷെയർ ആണുള്ളത്. അതുപോലെ തായ്ലൻഡിൽ ഇവർക്ക് 22% ഉള്ളത്. ഇനി കമ്പനി അവരൊരു 83% റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന അവർക്കൊരു 5 വർഷം അല്ലെങ്കിൽ 5-ൽ കൂടുതൽ വർഷം അസോസിയേറ്റ് ചെയ്തേക്കുന്ന അവരുടെ കസ്റ്റമേഴ്സിൽ നിന്നാണ്. അപ്പോൾ ഇത് അവരുടെ ലോയാലിറ്റി തന്നെയാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് കമ്പനിയുടെ വീക്ക്നെസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഒരു വീക്ക്നെസ് വരുന്നതെന്ന് വെച്ചാൽ ടയറിൻ്റെ റോ മെറ്റീരിയൽ പ്രൈസുള്ള ഫ്ലക്ച്വേഷൻ ആണ്. അപ്പോൾ കമ്പനിയുടെ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് അതുപോലെ സെയിൽസ് ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ടയറിൻ്റെ പ്രൊഡക്ഷൻ്റെ ബേസിലാണ്. അപ്പോൾ റോ മെറ്റീരിയൽ പ്രൈസിലുള്ള വോളറ്റിലിറ്റി കാരണം ഇന്ത്യൻ ടയർ ഇൻഡസ്ട്രി ഒക്കെ നല്ല രീതിയിൽ സഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ മെയിൻലി നാച്ചുറൽ റബ്ബറിൻ്റെ പ്രൈസൊക്കെ ഇപ്പോൾ റോ മെറ്റീരിയൽ പ്രൈസിൻ്റെ അൺസർട്ടനിറ്റീസ് ഒക്കെ കാരണം ടയർ അതുപോലെ ഓട്ടോമോട്ടീവ് മാർക്കറ്റിൻ്റെ പെർഫോമൻസ് ഒക്കെ അത് അഫക്റ്റ് ചെയ്യുന്നുമുണ്ട്. അതുപോലെ തന്നെ അത് സെയിൽസ് അതുപോലെ പ്രൊഡക്ഷനിലൊക്കെ ത്രെട്ടായി മാറുന്നുമുണ്ട്. ഇനി അടുത്തത് ഡിപ്പെൻഡൻറ്റ് ഇൻഡസ്ട്രി ഒക്കെ സ്ലോ ഡൗൺ ആവുന്നതാണ്. ഇപ്പം ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി അതുപോലെ ടയർ ഇൻഡസ്ട്രി ഒക്കെ സ്ലോ ഡൗൺ ആകുമ്പോൾ അത് കമ്പനിയുടെ ബീഡ് വയറിൻ്റെ ഡിമാൻഡൊക്കെ കുറയ്ക്കും.
അതുപോലെ തന്നെ സെയിൽസിനും അത് കുറയ്ക്കും. ഇനി നമുക്ക് കമ്പനിയുടെ ആക്ച്വൽ വർക്കിംഗ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പം വെഡ്ഡിങ് സീസണൊക്കെ ആയതുകൊണ്ട് ലോക്ക്ഡൗൺ റിലാക്സേഷൻ വരുന്നതും അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ഓഫീസൊക്കെ റീ ഓപ്പൺ ആവാൻ തുടങ്ങിയതും ഇതുകൂടാതെ ഫെസ്റ്റീവ് സീസണും കൂടി ആയപ്പോൾ ഡിമാൻഡ് കൂടാൻ വേണ്ടി തുടങ്ങി, എസ്പെഷ്യലി 2 വീലർ സെഗ്മെൻറ്റിൻ്റെ ഒക്കെ. അത് കമ്പനിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത കാര്യമാണ്, അതായത് ഇന്ത്യൻ ടയർ കമ്പനികളുടെ കപ്പാസിറ്റി ബിൽഡിംഗ് ഒക്കെ പ്രൊഡക്റ്റ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണമായിട്ടുണ്ട്. പിന്നെ ഇന്ത്യയുടെ PLI സ്കീം ഓട്ടോമൊബൈലിൻ്റെ ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് ബൂസ്റ്റ് ചെയ്യും, അത് ടയർ മാനുഫാക്ചറിങ് ബൂസ്റ്റ് ചെയ്യും, അത് ബീഡ് വയറിന് ഡിമാൻഡ് കൂടാനും കാരണമാകും. അപ്പോൾ ലാസ്റ്റ് 6 മന്ത്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ടോപ്പ് പെർഫോമിംഗ് മിഡ് ക്യാപ് സ്റ്റോക്സിലുണ്ട് നമ്മുടെ കമ്പനി. 6 മന്ത്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ സ്റ്റോക്ക് 97% ഇൻക്രീസ് ആയിട്ടുണ്ട്. അതായത് 584 രൂപയിൽ നിന്ന് 1275 രൂപയായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ റീസെൻറ്റ് മാർക്കറ്റ് ഫാള് മാറ്റി നിർത്തി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇനി കമ്പനിയുടെ 5 ഇയർ പെർഫോമൻസ് നോക്കിയാൽ സ്റ്റോക്ക് 1838.59% ഇൻക്രീസ് ആയിട്ടുണ്ട്. അത് 81.19% CAGR ആണ്. അപ്പോൾ കമ്പനി ഒരു ഹ്യൂജ് മാർജിൻ തന്നെയാണ് അവരുടെ ബോർഡർ ഇൻഡെക്സ് ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇൻഡസ്ട്രി അനാലിസിസും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയിൽ കമ്പനി എങ്ങനെയാണ് പ്ലേസ് ചെയ്തേക്കുന്നത് എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബട്ട് നിങ്ങൾ ഈ ഒരു കമ്പനിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡീറ്റെയിൽ റിസർച്ച് ആൻഡ് അനാലിസിസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഒരു വീഡിയോ ബയോ സെൽ റെക്കമെൻഡേഷൻ അല്ല എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ മുന്നോട്ടേക്കുള്ള അപ്ഡേറ്റ്സിന് വേണ്ടി ഗ്രോ മലയാളം എന്ന നമ്മുടെ ചാനലും കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ മറക്കണ്ട. അപ്പം നമുക്കൊരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ഹാപ്പി ഇൻവെസ്റ്റിംഗ്. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.